ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി കോമഡി ഉണ്ട് കേട്ടോ. കോമഡി എന്ന് പറഞ്ഞാലും പോരാ മക്കളെ, അടിപൊളി കോമഡിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോയി കണ്ടാൽ എന്തായാലും നിങ്ങൾ കാണൂല. ചിലവർ കാണും, ചിലവർ കാണൂല കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ചിരിക്കാനായിട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് എന്നും ഇപ്പോൾ പുതിയാപ്പിളാരെയും മക്കളെയും ആഗ്രഹം മാത്രം സഹിച്ചാൽ പോലെ. അപ്പോൾ എനിക്കാണെങ്കിൽ പുട്ടും കടലയും കഴിക്കാൻ തന്നിട്ട് കുറേ ദിവസമായി ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് കുറച്ച് പുട്ടുണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. കടല കറിയല്ല കേട്ടോ, ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാനാണ്. കടലക്കറി വെച്ചിട്ട് കാര്യമില്ല, വെറുതെ ഞാനത് കളയേണ്ടി വരും. അപ്പോൾ റോസ്റ്റ് പോലെ ആക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇനി അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ചെറിയ കടിയും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും ആ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടല കഴുകിയില്ല, നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇടുമ്പോൾ വേറെ പൊടികളോ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ ചെയ്ത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനിയും ഓരോരോ പരിപാടികൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനെ ഓരോ തലക്കന്ന് ഇങ്ങനെ തുടങ്ങണ്ടേ. സമയം ഇതാന്ന് പറയുമ്പോഴത്തേനാവും കേട്ടോ, അത്ര പെട്ടെന്ന് ആ സമയം പോവുക. അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് ഒരു ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കണം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര വലിയ അടിപൊളിയൊന്നും അല്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് 2, 3, 4 ബ്രെഡും പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മുട്ടയൊക്കെ അതൊന്ന് നമ്മൾ പാത്രത്തിലൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ച് വെക്കട്ടെ. പിന്നെ ബ്രെഡ് കേട്ടോ, 4 ബ്രെഡ്. പിന്നെ ബ്രെഡ് വാങ്ങിയാൽ ഇവിടെ ഈ ഒരു അടിയത്തെ ഭാഗം മേലത്തെ ഭാഗം ഇവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ. അതെന്താ അറിയില്ല, ആരും കഴിക്കൂല കേട്ടോ. നിങ്ങൾ കഴിക്കില്ലെന്നൊന്ന് പറയണേ കേട്ടോ. അപ്പോൾ ബ്രെഡ് വാങ്ങിയാൽ ആ മേലത്തെ അടിയത്തെയും എല്ലാ പെരയിലും വേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും അത് കളഞ്ഞില്ല, അതെടുത്തേക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് കേട്ടോ നമ്മൾ മുട്ടയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടകളൊക്കെ പഞ്ചസാര പൊടിയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, വേഗം തന്നെ അലിയുമല്ലോ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഏലക്കായൻ്റെ പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഏലക്കായ ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാക്കിയത്. അപ്പോൾ ഞാനൊന്ന് നല്ലോണം മിക്സിയിൽ ഒരൊറ്റ അടി അടിച്ച് എടുത്ത് കൊടുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടാൽ മതി. വേറെ സംഭവങ്ങളും ഒന്നും ചേർക്കണില്ല കേട്ടോ. ബ്രെഡും മുട്ടയും പിന്നെ നമ്മളെ കുറച്ച് ഒരു 2-3 കയ്യിൽ ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രെഡൊക്കെ ഒന്ന് പൊട്ടിച്ച് ക്ലിയർ ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇത് ബ്രെഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കായി വരുമല്ലോ. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേശ്ശെ കേട്ടോ, ഒരുപാട് ഏറാനും പറ്റൂല കേട്ടോ, ഏറിയാലും അത് വെള്ളം പോലെ അങ്ങോട്ട് ആയി കിട്ടും. അപ്പോൾ അതിന് സൂക്ഷിച്ച് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തായാലും അതും ബ്രെഡും പാലും മുട്ടയൊക്കെ ഇങ്ങോട്ട് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ എണ്ണക്കടി ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുത്ത് കഴിക്കല്ലേ. ഇതിപ്പോൾ അധികം എണ്ണയോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണക്കടിയൊക്കെ എല്ലാവർക്കും മതിയായിക്കണു തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോയിലും എണ്ണക്കടിക്കൊന്നും ആർക്കും ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മതിയായിക്കണു തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പാനൊക്കെ വെച്ചിട്ട് കുറച്ച് ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് നമ്മളത് കഴിഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കഴിഞ്ഞിക്കണം, മുന്തിരിയും ഒരു അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, അതെന്തായാലും തൽക്കാലം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നമ്മളെ മുന്തിരിങ്ങയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ബ്രെഡും പാലും മുട്ട സെറ്റാക്കിയ സംഭവം വയ്ക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ പാനിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് 2 പേരും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പിന്നെ ബ്രൗൺ കളറാക്കി എടുക്കാണ്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളെ അടുത്ത് മറ്റേ വേറെ കുണ്ടുള്ള പാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവിയിൽ വേറെ വിധത്തിലും വേവിക്കണം കേട്ടോ. ബ്രെഡും മുട്ടയും പോളയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെയൊക്കെ ഉണ്ടാക്കുക. ഞാൻ എന്തായാലും അപ്പോൾ ഒഴിച്ച് കൊടുത്തേക്കണം. നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ അടപ്പ് മാറ്റിയിട്ട് ഞാൻ വലിയ പ്ലേറ്റ് തന്നെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആയപ്പോൾ ഞാനൊരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഭാഗം കൂടെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡും മുട്ട നല്ല
സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ലോണം ഒരുപാട് പൊന്തിയിട്ടില്ലെങ്കിലും എന്നാലും കുറച്ചൊക്കെ പൊന്തി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിതാ തരി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുള്ള സംഭവങ്ങളൊക്കെ വേഗം റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ ഇതുണ്ടാക്കാമല്ലോ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാണ്ടെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും തരിക്കും കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഇന്ന് തരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്യിലാണ് ഒരുപാട് ടേസ്റ്റ് കൂടുക, പക്ഷേ വെളിച്ചെണ്ണയിലും കുഴപ്പമില്ല കേട്ടോ, രസമുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്, അതൊന്നിട്ട് മൂപ്പിച്ചിട്ട് പാലും പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പാല് പാർന്നപ്പോൾ വീഡിയോ ഓൺ ആക്കിയിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് പാർന്നിട്ട് കുറച്ച് പാല് നമ്മൾ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അത് വേറെ ഒന്നിനുമല്ല, നമുക്ക് നോമ്പ് തുറക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു പൊടിച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കലാണ് കേട്ടോ. എന്നും പാല് കൊണ്ടുവരുമ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെക്കും കേട്ടോ. മറ്റേ ഇവിടുത്തെ വേറെ ആർക്കും ചായക്ക് അങ്ങനെ താല്പര്യമില്ല കേട്ടോ. എനിക്കൊരു ഗ്ലാസ് ചായ എന്തായാലും നിർബന്ധം കേട്ടോ. നല്ല പൊടിയൊക്കെ ഇട്ടിട്ടൊരു നല്ല ടിക്കേഷൻ കൂട്ടിയിട്ടൊരു ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളെ നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാൻ പോകണ്ട, പുട്ട് റെഡിയാക്കാനാണ്. അപ്പോൾ നമ്മൾ സ്നാക്സും അതുപോലെ തന്നെ ഇതൊക്കെ റെഡി ആയല്ലോ. അപ്പോൾ ഇനി എന്തായാലും പുട്ട്. അപ്പോൾ പുട്ടിൻ്റെ വിറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല മക്കളെ, ഞാനിത് അവിടെ ചില്ല് ഇടാതെയാണ് കേട്ടോ പുട്ടിൻ്റെ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പുട്ടും കൂറ്റി പുട്ടിൻ്റെ ചില്ലും അടപ്പും എൻ്റെ കണ്ണ് മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എന്തോ വേറൊരു ചിന്തയിലായിരുന്നു കേട്ടോ. ആകെ അങ്ങോട്ട് ഞാൻ കുറേ ചിരിച്ചിട്ടോ, ഒറ്റയ്ക്ക് നിന്ന് ചിരിച്ച് മതിയായിക്കണു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ എടുത്താൽ പൊന്തിച്ചെടുത്താൽ പൊടി പോവുകയും ചെയ്യും. എങ്ങനെ ഇപ്പോൾ എന്തൊക്കെയെന്ന് കുറച്ച് നേരം ആലോചിച്ചിരുന്നു, പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് ചരിച്ചു കേട്ടോ. ഒരൊറ്റ ചരിച്ചതിൽ എന്തായാലും വീതനമൊക്കെ തന്നെ ആയത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഭൂലോക മണ്ടത്തരം ഇതുവരെ ആർക്കും പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ. എന്താ പറ്റിയെന്നറിയില്ല, ഇതുവരെ എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ട് തന്നെയല്ല. അപ്പം ചില്ലിപ്പോൾ എൻ്റെ കണ്ണ് മുന്നിൽ തന്നെ കിടക്കണം കേട്ടോ. എന്നിട്ടും ഞാനത് കണ്ടില്ല എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നുണ്ടാവില്ല അല്ലേ. പക്ഷെ മക്കളെ മൈൻഡ് വേറെ എവിടെയോ ആയിരുന്നു കേട്ടോ. പുട്ടുംപൊടി അങ്ങനെ എന്തായാലും ഞാനിത് അതിന് വീതനം വന്ന് നമ്മൾ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് ഞാൻ കളഞ്ഞതൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ എപ്പോഴും വീതനം തുടച്ചിട്ടും വൃത്തിയാക്കിയിട്ടുള്ളത്, അപ്പോൾ ചളിയോ പൊടിയോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നിറച്ചിട്ടോ. ഞാൻ ആലോചിച്ച് അങ്ങനെ ചിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയാപ്പിള അവിടെ ഉറക്കത്തുനിന്ന് നീച്ച് വന്നിട്ട് എന്താ ഇങ്ങനെ ചോദിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല അറിയില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെയാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ചിരിച്ചതിൻ്റെ സംഭവം എനിക്ക് മനസ്സിലായിക്കോളൂ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് അതിന് കട്ട് ചെയ്യാണ്ട് എന്നിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഞാൻ എത്ര ഭൂലോക മണ്ടത്തരമുള്ള ഒരാൾ ഈ ലോകത്തുണ്ടാവില്ല അതെല്ലാവരും പറയും. അപ്പോൾ അതെന്തായാലും കട്ട് ചെയ്താളെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പുതിയാപ്പിള പറഞ്ഞേ കട്ട് ചെയ്യേണ്ട, അതങ്ങനെ ഇട്ടോളാം, അത് രസമല്ലേ, നോമ്പെടുത്ത് ക്ഷീണിച്ച് കൊയങ്ങിയിരിക്കണവരൊക്കെ ഒന്ന് ചിരിച്ചൊന്ന് ഉഷാറായി ഉന്മേഷമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടോ. അതുകൊണ്ട് ഞാനത് അങ്ങനെ ഇട്ടത്. അപ്പോൾ എന്തായാലും നമ്മളൊരു കുറ്റിപ്പുട്ട് അങ്ങോട്ട് റെഡി ആയിക്കണം കേട്ടോ. ചില്ല് കാണുമ്പോഴും പുട്ടും കുറ്റി കാണുമ്പോഴും എനിക്കിങ്ങനെ ചിരി വരികയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഭൂലോക മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുട്ടായി. നമ്മൾ കടലൊക്കെയുള്ള ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കണു. പിന്നെ നമ്മളെ തരിയും റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി കുറച്ചും കൂടി മാവുണ്ട് കേട്ടോ പുട്ടിനുള്ളത്, അത് ഞാൻ റെഡിയാക്കേണ്ട അപ്പുറത്ത്. പിന്നെ അത് നമ്മളെ കടലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിക്കണം. ഇനിയിപ്പോൾ അത് ഉള്ളിയും തക്കാളിയും മസാലപ്പൊടികളൊക്കെ ഇട്ടൊന്ന് വാട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ല, മുട്ട റോസ്റ്റ് അതൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ അങ്ങോട്ട് വഴറ്റി നല്ല ചുരുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളിയും എല്ലാതും ഞാൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നുകൊണ്ട് സെറ്റ് ആവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഒരുക്കാനായിട്ടോ. അപ്പോൾ എന്തായാലും വത്തക്കയും ഉണ്ട്, മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ വത്തക്ക ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെ നമുക്കൊന്നും വേണ്ട, നല്ലൊരു ആശ്വാസം കേട്ടോ. വത്തക്ക അല്ലാതെ നോമ്പ് തുറക്കൽ കഴിയില്ല. അപ്പോൾ എല്ലാ പെരകളിലും വത്തക്ക എന്തായാലും വാങ്ങണതാണല്ലോ അല്ലേ. എന്നിട്ട് അതിക്ക് കുറച്ച് ഐസും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കലക്കി കുടിച്ചാണ്ടല്ലോ, അന്നത്തെ നോമ്പ് റാഹത്താവും. അപ്പോൾ എന്തായാലും ഞാനിത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് കുറച്ച് വെള്ളവും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നോമ്പിന് എന്തായാലും ഈ വത്തക്ക നല്ലൊരു തന്നെയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു തണുപ്പും ഇതും, അതുപോലെ തന്നെ ഈ മൂത്രച്ചൂടുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് കേട്ടോ വത്തക്ക അങ്ങനെ കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കൊക്കെ വെറും അതിൻ്റെ ആശാനാണ് മൂത്രച്ചൂട്. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ എന്തൊക്കെയാണ് അവസ്ഥ എന്ന്. അപ്പോൾ നമ്മളെ കടല മസാല നല്ല ഉള്ളിയും തക്കാളി മസാലപ്പൊടികളും
ഇതിൽ ഞാൻ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞളും കുറച്ച് ഗരം മസാലയും ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ വഴറ്റിയത്. ഇനി ഇതൊന്ന് നല്ലോണം ഇരുന്ന് ഒരു ഉള്ളിയൊന്നും കാണൂല കേട്ടോ, ആ പരുവത്തിലാകും. നല്ല രസമാണ് കേട്ടോ അങ്ങനെ കഴിക്കാനും പുട്ടിന്. അപ്പോൾ കറി ആക്കിയിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ കളയല്ലേ. അപ്പോൾ ഇതാ നമ്മൾ വത്തക്ക വെള്ളമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ റെഡിയായി. ഞാൻ എന്തായാലും മേശമ്മക്ക് വെക്കാൻ വേണ്ടി ഒക്കെ ഒന്ന് ഒരുക്കുകയാണ് കേട്ടോ. നമ്മൾ വത്തക്ക വെള്ളവും അതുപോലെ തന്നെ തരിയും പിന്നെ നമ്മളെ ബ്രെഡും മുട്ടയും വെച്ചിട്ട് സ്നാക്സ് കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അത് ഞാനിതാ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിക്കണു. മക്കൾക്കൊന്നും ഇപ്പോൾ കടിക്കും ഫ്രൂട്ട്സിനും ഒന്നും താല്പര്യമില്ലാതെ ഇരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് നോമ്പ് കഴിഞ്ഞാലാവും എല്ലാത്തിനും പൂതി കേട്ടോ. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കില്ലല്ലോ, ഫ്രൂട്ട്സ് ആണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങുള്ളൂ കേട്ടോ, അധികം ഒന്നും വാങ്ങൂല. അപ്പോഴാവും ഇങ്ങനെ ഓരോരോ ഉണ്ടാക്കി കഴിക്കാനും ഇതിനൊക്കെ പൂതിയാവുക. ഇപ്പം നോമ്പ് ലാസ്റ്റ് ആവും തോറും ഒന്നിനും പൂതി തോന്നണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ദേശാക്ക് ഞാനാണ് കേട്ടോ ഫസ്റ്റ് പുട്ടും കടലയും കഴിക്കണത്. മക്കൾ ഇവരാരും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം എനിക്കാണെങ്കിൽ എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടം കേട്ടോ, ഒരു ഭയങ്കര ആർത്തിട്ടോ പുട്ടും കടലയും കഴിക്കണം എന്നുള്ളൊരു. അപ്പോൾ ഞാൻ വേഗം അത് കഴിച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായയും വെച്ച് കഴിച്ചിട്ടാണ് കേട്ടോ എനിക്കൊരു സമാധാനം കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളും വിഭവങ്ങളും വിറ്റും കോമഡിയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക, ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ, നാളെ കാണാം.